എവിടെയോ പോകാനുള്ള സുഭാഷിൻ്റെ ഭാര്യയ്ക്ക് വിസ്തരിച്ച് കുളിച്ച ശേഷം ഉണങ്ങിയ ടവൽ കൊണ്ട് തുടച്ചിട്ടും തൃപ്തിയായില്ല. മാറിടത്തിനിടയിലും നിതംബപ്പിളർപ്പിനിടയിലും തങ്ങി നിൽക്കുന്ന ജലകണികകൾ ഒന്നുകൂടി അവൾ തോർത്തുകൊണ്ട് ഒപ്പിയെടുത്തു. രാവിലെ തന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. കൂടെ 5 വയസ്സുകാരി മകളും. സുഭാഷ് പോകുന്നില്ല. അവൻ ഇന്ന് ഉച്ചയ്ക്ക് വേറൊരിടം വരെ പോകാനുണ്ട്. പുള്ളി അല്ലറ ചില്ലറ വസ്തുവകകളുടെയും ഫ്ലാറ്റ്, വില്ലാസ് തുടങ്ങിയവയുടെ കൈമാറ്റ കച്ചവടവുമായി മുന്നോട്ടു പോകുന്നു. ഭാര്യ പോയി കഴിയുമ്പോൾ വീട്ടിൽ ആരുമില്ലാതാവും. അതുകൊണ്ട് അവൾ കല്യാണത്തിന് പോയി വന്നിട്ട് വേണം സുഭാഷിന് പോകാൻ. അണുകുടുംബമാണ്. തറവാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രശ്നം ഈ വിഭാഗക്കാരെ പൊതുവെ അലട്ടാറുണ്ട്. അവളുടെ സ്വർണവും ചിലപ്പോൾ വസ്തുവകകൾക്ക് അഡ്വാൻസായി കൊടുക്കാനായി ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടുവച്ച വലിയ എമൗണ്ടും വീട്ടിലുണ്ടാകും. അതുകൊണ്ടാണ് ഇട്ടെറിഞ്ഞു പോകാൻ ഒരു മടി. മകളാണെങ്കിൽ നേരത്തെ ഒരുങ്ങി പോവാം മമ്മി എന്ന് പറഞ്ഞ് അവളുടെ സ്വസ്ഥത തകർത്തുകൊണ്ട് രാവിലെ 8:30-ക്ക് തുടങ്ങിയ അവളുടെ ഒരുക്കം 10 മണി ആയപ്പോഴേക്കും തീർക്കേണ്ടി വന്നു. അതിൻ്റെ അരിശത്തോടെ അവളുടെ കയ്യും പിടിച്ച് പോർച്ചിലെ സ്കൂട്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കി. പിന്നാമ്പുറം അവളും പാഞ്ഞു കയറി മമ്മിയെ കെട്ടിപ്പിടിച്ചിരുന്നു. ദേ ചിഞ്ചു, നിന്റെ കൺമഷിയും പുരികത്തിൻ്റെ കരിയും എൻ്റെ ബ്ലൗസിന്മേലാക്കരുത്. മുഖം ദൂരെ പിടിക്കേ. അതുകൊണ്ട് ഇസഡ് എന്ന ആകൃതിക്ക് കൈകൾ വന്നതുപോലെ അത് പാവം അവളുടെ പുറകിലിരുന്നു. ചേട്ടാ, ഞാൻ വന്നിട്ടേ പോകാവൂ കേട്ടോ. ആയിക്കോട്ടെ, 1 മണിയാവുമ്പോഴേക്കും വരണേ നീ. വരാന്ന്. ശരി, എന്നാൽ ഓക്കെ, അവൾ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. ഡാഡി ബായ്, മകൾ കൈവീശി കാണിച്ചു. ഓക്കെ ഓക്കെ. സുഭാഷ് ഭാര്യയെയും മകളെയും കൈയുയർത്തി കാണിച്ച് യാത്രയാക്കി. അവർ പോയി. 2-2.5 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് ബോറടിക്കണം. എന്താ ഇപ്പോൾ ചെയ്യുക? ടി വിയിൽ നോക്കിയപ്പോൾ മടുപ്പ് തോന്നി. അപ്പോഴേക്കും അകത്തു നിന്നും മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. നമ്പർ നോക്കി. ജോർജ് ആണല്ലോ. വെള്ളമടിക്കാനുള്ള വകുപ്പുമായിട്ട് അവൻ വിളിക്കും. അയ്യോ, ഇന്ന് ശരിയാവില്ല, കച്ചവടം ഉള്ളതാ, സുഭാഷ് മനസ്സിൽ കരുതി. എടാ, ഇന്നൽപ്പം തിരക്കിലാ, നമുക്ക് നാളെ കൂടാം. തൽക്കാലം അവനെ ഒഴിവാക്കാൻ അങ്ങനെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷ് അലമാര തുറന്നു. ഇന്ന് വാങ്ങാൻ ഉറപ്പിച്ച സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പണക്കെട്ടുകൾ കൊണ്ടുപോകാനുള്ള ബാഗിലെടുത്തു വെച്ചു. ബാഗിൻ്റെ സിബ് ഭദ്രമായി അടച്ചു. അത് ബെഡിലെടുത്തു വെച്ചപ്പോൾ പുറത്താരോ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. സിറ്റൗട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി, കയ്യിൽ വലിയ ബാഗ്. എന്തോന്നാ ഇത്? അവൻ ചോദിച്ചു. കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഐറ്റംസാ സാറേ. അതിൻ്റെ ആളിപ്പോൾ പോയതേയുള്ളൂ. കുട്ടി ഇത്തിരി വൈകിപ്പോയി. ജെൻസിന് ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, ഹെയർ ജെൽ, പൗഡർ, ഡിയോഡറൻറ്റ്, കല്യാണ സൗഗന്ധികത്തിൻ്റെ സ്പ്രേ ഒക്കെയുണ്ട് സാർ. കല്യാണ സൗഗന്ധികം എന്ന് കേട്ടപ്പോൾ സുഭാഷിന് അത്ഭുതമായി. പുരാണ പുഷ്പങ്ങൾ, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഉണ്ട് സാർ, അതിൻ്റെ സ്പ്രേ ആണ്, ഒന്ന് മണത്തു നോക്കൂ. സുഭാഷ് അവൾ നീട്ടിയ സ്പ്രേ കുപ്പി വാങ്ങി തൻ്റെ ഒരു കൈത്തണ്ടയിലടിച്ച് മണപ്പിച്ചു നോക്കി. ഒന്ന് കറങ്ങി സുഭാഷ് താഴെ ബോധം കെട്ടു വീണു. 2 മണിക്കൂറെങ്കിലും പിടിക്കും ബോധം തെളിയാൻ. അവൾ അവൻ്റെ തോളിൽ നിന്നും തോർത്തെടുത്ത് അവനെ പുതപ്പിച്ചു. ഇപ്പോൾ ആര് കണ്ടാലും സിറ്റൗട്ടിൽ കാറ്റും കൊണ്ട് കിടന്നുറങ്ങുന്നതാണെന്നേ കരുതൂ. അവൾ വേഗം അകത്തു കയറി. പലയിടത്തും പരതുന്ന കൂട്ടത്തിൽ അവൾ ബെഡിലുണ്ടായിരുന്ന ആ പണം നിറച്ച ബാഗ് കണ്ടു. അതിൻ്റെ സിബ് തുറന്നു നോക്കി. ഞെട്ടിപ്പോയി. ചുരുങ്ങിയത് 2 കോടിയോളം രൂപയുണ്ടാകും. പിന്നെ അവൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അത് കൈക്കലാക്കി വീട്ടിൽ നിന്നിറങ്ങി. പെട്ടെന്ന് തന്നെ ആ കോമ്പൗണ്ടിന് പുറത്തു കടന്നു. വഴിയിൽ കണ്ട ഒഴുക്കുള്ള പുഴയിൽ അവളുടെ വലിയ ബാഗും സാധനങ്ങളും അവൾ ഉപേക്ഷിച്ചു. അവൾ പണമടങ്ങിയ ബാഗുമേന്തി നിമിഷങ്ങൾക്കകം ടൗണിലെത്തി. ഒരു തട്ടുകടയിൽ നിന്ന് ആദ്യം വെള്ളവും പിന്നെ ഒരു ചായയും വാങ്ങിക്കഴിച്ചു. താൻ ഈ ചെയ്യുന്നത് 100% ശരിയാണ് എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. തനിക്ക് ലഭിക്കേണ്ട പണം തന്നെയാണിത്. വഞ്ചനയ്ക്ക് പകരം വഞ്ചന. അതാണ് കുന്നേക്കൽ പ്രഭാകരൻ്റെ മകളുടെ ഇപ്പോഴത്തെ രീതി. അവൾ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. സമയം 1 മണിയോടടുത്തപ്പോൾ കല്യാണത്തിന് പോയ സുഭാഷിൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിലേക്ക് തിരിച്ചെത്തി. സുഭാഷ് ഏട്ടാ, നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? കല്യാണത്തിന് പോയിട്ട് വന്ന ഭാര്യയും കുട്ടിയും സിറ്റൗട്ടിൽ സുഖമായി ഉറങ്ങുന്ന സുഭാഷിനെ കണ്ടപ്പോൾ ചോദിച്ചു. സിറ്റൗട്ടിലെ വെറും തറയിൽ കിടക്കുകയായിരുന്നു സുഭാഷ് അപ്പോൾ. ഭാര്യയുടെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ടപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്നും ഉണർന്നവനെ പോലെ സുഭാഷ് ഉണർന്ന് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഇതെന്താ, പോവണ്ടേ? ഉറങ്ങിപ്പോയോ? അവളെവിടെ? അവളോ? ആരാ? ആ സ്പ്രേയും കൊണ്ടുവന്നവൾ. സ്പ്രേയും കൊണ്ടുവന്നവളോ? ഞാനില്ലാത്ത നേരത്ത് നിങ്ങൾ പെണ്ണിനെയും വിളിച്ചു കയറ്റിയോ മനുഷ്യ? കയറ്റിയതല്ല, അവൾ വന്നതാ. നിങ്ങളെന്താ മനുഷ്യ പിച്ചുമ്പയും പറയുന്നത്? തന്നെ ആരോ ചതിച്ചിരിക്കുന്നു. സുഭാഷ് വേഗം എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. ബെഡ്റൂമിൽ ബെഡിലേക്ക് നോക്കി. ഈശ്വര, എൻ്റെ കാശ് പോയി.
ഒരു ആർത്തനാദമായിരുന്നു അത്. എടി, എന്നെ മയക്കിക്കിടത്തി ഒരുവൾ എൻ്റെ കാശ് മടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നീ പോയ നേരം ഒരു പെണ്ണിവിടെ വന്നിരുന്നു. അവളൊരു കോസ്റ്റ്യൂം കച്ചവടക്കാരി എന്നാ പറഞ്ഞത്. നല്ല മണമാണെന്ന് പറഞ്ഞ് അവളൊരു സ്പ്രേ എനിക്ക് മണപ്പിക്കാൻ തന്നു. ഞാൻ അതെടുത്ത് മണപ്പിച്ച നേരം ബോധം കെട്ടു വീണു. ആ സമയത്ത് അവൾ അകത്ത് കയറി എൻ്റെ പണം കൊണ്ടുപോയടി. ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അപ്പോൾ എൻ്റെ ആ ഗോൾഡ് പോയോ? അതും പറഞ്ഞ് അവൾ വേഗം അലമാരി തുറന്ന് പരിശോധിച്ചു. ഗോൾഡൊന്നും കൊണ്ടുപോയിട്ടില്ല, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഗോൾഡ് എന്തിന്? 2 കോടി തന്നെ ധാരാളമല്ലേ അവൾക്ക്? അത് പറഞ്ഞ് സുഭാഷ് തലയ്ക്ക് കൈവച്ച് അലമുറയിട്ട് കരഞ്ഞു. ഭാര്യയും കരച്ചിലായി. അത് കണ്ടപ്പോൾ കുഞ്ഞും കരയാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇസ്രായേൽക്കാരൻ റോബർട്ടോ ടിഫാനിയുടെ മട്ടാഞ്ചേരിയിലുള്ള മെറ്റിൽഡ ഇൻ എന്ന സ്റ്റാർ ഹോട്ടലിൽ മാനേജറാണ് കുന്നേക്കൽ പ്രഭാകരൻ. ഹോട്ടൽ ബിസിനസ് മടുത്തപ്പോൾ റോബർട്ടോ ടിഫാനി തൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി കുന്നേക്കൽ പ്രഭാകരനെ ഏർപ്പാടാക്കി പറഞ്ഞു. പ്രഭാകര, 70 CR എനിക്ക് ലഭിക്കണം. നീ എത്ര വേണമെങ്കിലും കയറ്റിവെച്ച് വിറ്റോ. പക്ഷേ റെഡി ക്യാഷാണ് കച്ചവടം. എൻ്റെ ഇസ്രായേലിലുള്ള അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ കിട്ടണം. നിൻ്റെ കമ്മീഷൻ എന്താ എന്ന് വെച്ചാൽ ഇവിടെ ക്യാഷായി വാങ്ങിക്കോ. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അങ്ങനെ കുന്നേക്കൽ പ്രഭാകരൻ മെറ്റിൽഡ ഇൻ വിൽക്കാൻ ഏർപ്പാടാക്കാൻ നല്ല ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ അന്വേഷിച്ച് നടപ്പായി. അങ്ങനെയാണ് സുഭാഷിനെ പരിചയപ്പെട്ടത്. സുഭാഷിൻ്റെ കെയർ ഓഫിൽ ഹോട്ടൽ വിലക്കെടുക്കാൻ ആളുണ്ട്. 75 കോടിക്ക് ഹോട്ടലെടുക്കാൻ ഒരു ഉത്തരേന്ത്യക്കാരൻ റെഡിയായി. കയറ്റിവെച്ച 5 CR പ്രഭാകരനും സുഭാഷും നേർപകുതി പങ്കിടാനും തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഭംഗിയിൽ മുന്നോട്ട് പോയി. ഹോട്ടൽ കൈമാറ്റം നടന്നു. റോബർട്ടോ ടിഫാനി ആവശ്യപ്പെട്ട പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആക്കിയപ്പോൾ പ്രമാണം ഒപ്പിട്ടു നൽകി രജിസ്ട്രേഷൻ ചെയ്തു. മാർവാടി 5 കോടി രൂപ സുഭാഷനും പ്രഭാകരനും ക്യാഷായി നൽകി. ടിഫാനി ഇസ്രായേലിലേക്ക് വിമാനം കയറി. തങ്ങൾക്ക് കിട്ടിയ കാശുമായി 2 പേരും ഒരു വാഹനത്തിൽ വരികയായിരുന്നു. ദാഹം തോന്നിയ പ്രഭാകരൻ വഴിയിൽ ഒരു തട്ടുകട കണ്ടപ്പോൾ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. നമുക്കല്പം വെള്ളം കുടിക്കാം, അപ്പുറത്താണ് തട്ടുകട, റോഡ് മുറിച്ചു കടക്കണം. ക്യാഷ് ഇരിക്കുന്നതിനാൽ കാർ ഭദ്രമായി സെൻട്രൽ ലോക്ക് ചെയ്തു. ഇരുവരും റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചീറി വന്ന ആ കാറിനെ അവർ കണ്ടില്ല. 2 പേരും ഇടിച്ചു തെറിപ്പിക്കപ്പെട്ടു. സുഭാഷിന് വലിയ പരിക്കില്ല, പക്ഷേ പ്രഭാകരന് കാര്യമായി പരിക്കേറ്റു. സുഭാഷ് അവൻ്റെ കാറിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴൊന്നും അയാളെ ചതിക്കണമെന്ന് സുഭാഷ് ചിന്തിച്ചില്ല. അയാൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതോടുകൂടി സുഭാഷിൻ്റെ മട്ടുമാറി. പ്രഭാകരനെക്കുറിച്ച് കൂടുതലൊന്നും സുഭാഷിന് അറിയില്ല. ഈ അടുത്ത് പരിചയപ്പെട്ടതാണല്ലോ. ബിസിനസ് അല്ലാതെ വേറൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഫോണിൽ നിന്നും അയാളുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു. അവർ വന്നപ്പോൾ സുഭാഷ് കാറിലുള്ള ക്യാഷുമായി വീട്ടിലേക്ക് പോയി. പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ കുന്നേക്കൽ പ്രഭാകരൻ്റെ 2.5 കോടി ഷെയർ കൂടി കിട്ടിയ സന്തോഷത്തോടെ അവൻ ജീവിച്ചു വരികയായിരുന്നു. കുന്നേക്കൽ പ്രഭാകരൻ്റെ ബന്ധുക്കൾക്കോ ഭാര്യയ്ക്കോ അയാൾക്ക് ലഭിക്കേണ്ട പണത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന രാഗിണി മോളെ വിളിച്ച് എല്ലാ വിവരവും അയാൾ അപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ നീക്കവും മകൾ മനസ്സിലാക്കിയിരുന്നു. ക്യാഷുമായി വരുമ്പോൾ അച്ഛന് പറ്റിയ അപകടം അവൾ അറിഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് വന്നു. അച്ഛൻ്റെ അപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞവൾ ഒരുപാട് ദുഃഖിച്ചു. അച്ഛൻ്റെ ഫോണിൽ നിന്നും സുഭാഷിൻ്റെ നമ്പർ എടുത്ത് അവൾ വിളിച്ചു. അച്ഛൻ എല്ലാ വിവരവും തന്നെ അറിയിച്ചിരുന്നുവെന്നും ക്യാഷുമായി വരുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നുമൊക്കെ എനിക്കറിയാം എന്നും അവൾ പറഞ്ഞു. പക്ഷേ സുഭാഷൊക്കെ നിഷേധിച്ചു. ആ കച്ചവടം നടന്നില്ലെന്നും ഇസ്രായേലുകാരൻ മാർവാടിക്ക് ഹോട്ടൽ തൽക്കാലം നടത്താൻ കൊടുത്തിട്ട് നാട്ടിലേക്ക് പോയെന്നുമൊക്കെ തട്ടിവിട്ടു. ഹോട്ടൽ കൈമാറ്റം നടന്നത് തന്നെയെന്ന് അവൾക്കറിയാം. അവളത് നേരിട്ട് ചെന്ന് ക്ലാരിഫൈ ചെയ്തു. ക്രമേണ അച്ഛന് ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടി. ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും സുഭാഷിൻ്റെ അടുത്തുപോയി ബലം പ്രയോഗിച്ച് കാശ് വാങ്ങിക്കാനോ ഒന്നിനും അയാൾക്കായില്ല. അച്ഛൻ്റെ ഉള്ള ജോലി പോയി. അപകടത്തിൽപ്പെട്ട് അവശനുമായി. തനിക്ക് താഴെ ഇനിയും 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരുടെ പഠനം, കല്യാണം, ഇതിനൊക്കെ ഒരുപാട് കാശ് വേണം. കിട്ടാനുള്ള കാശാണെങ്കിൽ തരുന്നില്ല. അങ്ങനെയാണ് ചുളിവില പറഞ്ഞ് 1-ാം തരം ഒരു തെങ്ങിൻ തോട്ടം തൻ്റെ അമ്മാവൻ മുഖാന്തരം സുഭാഷിന് വിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു നാടകം തയ്യാറാക്കിയത്. അഡ്വാൻസ് 2 കോടി ആവശ്യപ്പെട്ടു. ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള ആ തോട്ടം വെറും 4 കോടി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വീണു. അതിനായി അവൻ വീട്ടിൽ ക്യാഷ് റെഡിയാക്കുമെന്ന് കണക്കുകൂട്ടി. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ ഒരു അവസ്ഥയിൽ രാഗിണി ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചതിക്ക് ചതി.
രാഗിണി ക്യാഷുമായി വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷിന് ഫോൺ കോൾ വന്നു. സുഭാഷെ, പണം ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്. നിന്നെ എന്നും കാശിനു വേണ്ടി വിളിക്കാറുള്ള കുന്നേക്കൽ പ്രഭാകരൻ്റെ മകൾ രാഗിണി. ഇത് 2 കോടിയേ ആയുള്ളൂ. കണക്ക് പറഞ്ഞാൽ ഇനിയും 50 ലക്ഷം തരണം. നിന്റെ വാട്സാപ്പിൽ ആ ഹോട്ടൽ കൈമാറ്റം ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട്. നീ പറയുന്ന കള്ളത്തരത്തിന് ആദ്യത്തെ തെളിവ്. ആ ഹോട്ടലിൽ വെച്ച് പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നതും എൻ്റെ അച്ഛനും നിനക്കും അവകാശപ്പെട്ട 5 കോടി വാങ്ങിക്കുന്നതും ഒക്കെയുള്ള CCTV ഫൂട്ടേജ് അതോടൊപ്പം അയച്ചിട്ടുണ്ട്. ഇനിയും തെളിവ് വേണമെങ്കിൽ മാർവാടിയെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിയും. ഇത് പോരല്ലോ മോനെ. ഇവിടെ പെണ്ണും മക്കളും ഒക്കെയായി ഞങ്ങൾക്ക് ഒരുപാട് ചെലവുള്ളതല്ലേ. ബാക്കിയുള്ള 50 ലക്ഷത്തിന് ഞാൻ അതേപോലുള്ള ഒരു വരവ് വരണോ അതോ നീ കൊണ്ടു തരുമോ? അയ്യോ വേണ്ട, ഞാൻ നാളെ എത്തിക്കാം ബാക്കി. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രഭാകരേട്ടനോട് ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.